ഹലോ, വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ് ബൈ അശ്വതി. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ പൂരിയും പൂരി മസാലയും കൂടിയാണ്. പൂരി മസാല അല്ലെങ്കിൽ പൂരി ബാജി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് നമ്മുടെ പൂരിക്ക് വേണ്ട മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനായി ഞാനിവിടെ 2.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് തന്നെ 1 ഗ്ലാസ് മൈദാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പൂരി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് മൈദാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമുക്കൊരു 2-3 സ്പൂൺ വറക്കാത്ത റവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2-3 സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നീട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകാതെ കുറേശ്ശെ വെള്ളം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്ത് വേണം നമ്മുടെ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മാവ് ഏകദേശം നന്നായി ഒന്ന് അയഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അത്രയും ഒത്തിരി ലൂസായിട്ട് മാവ് നമ്മൾ കുഴച്ചെടുക്കരുത്. കുറച്ച് ടൈറ്റായിട്ട് വേണം നമ്മളെപ്പോഴും പൂരിക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ. ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ മാവിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടവി കുറച്ച് നേരം ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പൂരി ഭാജി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് കഷ്ണങ്ങളായി മുറിച്ചത്, 2 കിഴങ്ങ് കഷ്ണങ്ങളായി മുറിച്ചത്, കറിവേപ്പില, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സവാള നൈസായി മുറിച്ചത്. ഇനി നമുക്ക് കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3 വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കഷ്ണത്തിനൊപ്പം ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കഷ്ണങ്ങളെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമുക്കൊന്ന് കുക്കർ അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു തവ വെച്ച് തവ ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് കൂടെ തന്നെ കുറച്ച് ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ നമ്മുടെ കരിഞ്ജീരകം കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകം നമ്മുടെ ഈ പൂരി ഭാജിക്ക് നല്ലൊരു സ്മെല്ല് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കരിഞ്ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് നമ്മുടെ പൂരിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിച്ച് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. അങ്ങനെ ഞാൻ നമ്മുടെ മാവെല്ലാം നല്ല ഉരുളകളാക്കി എണ്ണയിലിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്താം. ഞാനിവിടെ പൂരി പ്രസ് ഉപയോഗിച്ചാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അടുപ്പിലേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷമേ നമ്മൾ പൂരി അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ നമുക്കിനി നമ്മൾ നേരത്തെ ബോളുകളാക്കി വെച്ചേക്കുന്ന മാവ് പൂരി പ്രസ്സിൽ വെച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. പൂരിയുടെ മാവ് ഒത്തിരി നൈസായി പരത്തിയെടുക്കാൻ പാടില്ല. കുറച്ച് കട്ടിയോടെ വേണം നമ്മൾ പൂരി എപ്പോഴും പരത്തിയെടുക്കാൻ. അങ്ങനെ ഞാൻ നമ്മുടെ പൂരി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തേക്കുകയാണ്. എന്നിട്ട് ചെറുതായൊന്ന് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ചെറുതായൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് പഫി ആയിട്ടുള്ള പൂരി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമ്മൾ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂരി ഇതുപോലെ നന്നായി പൊങ്ങി വരത്തില്ല. അപ്പം ഫ്ലെയിം എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൂടി ഉപയോഗിച്ച് നമുക്കൊന്ന് പൂരി റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് പഫി ആയിട്ടുള്ള പൂരിയും പൂരി ഭാജിയും ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി കാണും വരെ ബൈ ബൈ.